അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഇത് പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയാക്കി വെക്കാം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ യൂണിറ്റിൽ നിന്ന് കാരൽസ് എപ്പോഴാണ് വരാമെന്ന് അറിയില്ല. അപ്പം ശരി ഇന്ന് റെഡിയാക്കി വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഉള്ള തുണിയൊക്കെ ഫസ്റ്റ് മടക്കി വെക്കാം. എന്നിട്ട് മടക്കി വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് പണിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വെക്കാമെന്ന് വെച്ചാൽ എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അല്ല എന്താ പറയുക, ക്രിസ്മസ് പുൽക്കൂട് ഇതൊക്കെ പെട്ടെന്ന് എടുത്ത് വയ്ക്കാൻ പറ്റില്ല. ആ അടുത്ത സ്ഥലമൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ തുണിയൊക്കെ മടക്കി വെക്കില്ല, പിന്നെ അതിലൊക്കെ പൊടിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് അതൊക്കെ മടക്കി വെച്ചിട്ട് മടക്കിയിട്ട് പിന്നെ അതെടുത്ത് കബോർഡിലെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അപ്പം അതൊക്കെ എടുത്ത് വെച്ച് വരുമ്പോൾ വീണ്ടും സമയമാവും. അപ്പോൾ ശരി ഫസ്റ്റ് മടക്കിയിട്ട് പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം മടക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ജോല അവിടെ ഇരുന്നിട്ട് SST പഠിക്കണം. അവൾക്ക് നെക്സ്റ്റ് ഡേ വന്നിട്ട് SST എക്സാമാണ്. അപ്പോൾ അവളത് പഠിക്കുന്ന സമയത്ത് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കട്ടോ. അതിന് നമുക്ക് കാണാൻ ഇനി എന്തൊക്കെയാണ് നടക്കണേന്നുള്ളത് കാണാം. എന്നിട്ട് പിന്നെ ഇതെന്താ പറയുക വെച്ചാൽ എത്രയും പെട്ടെന്ന് എത്രയും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കല്ല, അത് വാങ്ങിച്ചു വെച്ചാണ്. അപ്പം അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ എത്ര പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പം അത് കഴിഞ്ഞിപ്പോൾ എന്താ പറയുക, ഈ ഓറഞ്ച് കളറിലൊരു സ്റ്റാൻഡ് ഇരിക്കുന്നില്ലേ ഇവിടെ, ഓറഞ്ച് വൈറ്റ്, ആ സ്റ്റാൻഡ് എന്തിനാണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ മഴ പെയ്തതെന്ന് വെച്ചാൽ തലേദിവസം മഴയുണ്ടായിരുന്നു. ഞാനിപ്പം ഈ പണി ചെയ്യുന്നില്ലേ, ഇനി തലേദിവസം മഴയായിരുന്നു. അപ്പം ടെറസിൻ്റെ മുകളിലിട്ട് തുണിയൊക്കെ നനഞ്ഞു. അന്നേരം ഇപ്പം ഇന്നത്തെ ദിവസം ഈ മടക്കുന്ന ദിവസം വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുണികളൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറച്ച് തുണി സ്റ്റാൻഡിലിട്ടുണ്ടായിരുന്നു. അപ്പം ആ തുണിയൊക്കെ എടുത്ത് മടക്കി വയ്ക്കണം. ഈ സ്റ്റാൻഡ് ഈ ഹാളിൽ തന്നെ വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ വേറെ റൂമിൽ കൊണ്ട് വയ്ക്കും. ഇവിടെ അല്ല, ഹാളിൽ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ഇവിടെ റൂമിൽ കൊണ്ട് വയ്ക്കും, അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഹാളിൽ വയ്ക്കും. അപ്പോഴേ വേഗം ഉണങ്ങുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഹാളിൽ എപ്പോഴും ഫാൻ ഓടിക്കൊണ്ടിരിക്കുമല്ലോ. റൂമിലാകുമ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ ഞങ്ങൾ കിടക്കുന്ന റൂം ഇത് വെക്കാൻ സ്ഥലമില്ല, വേറെ റൂമിലാണ് വെക്കണമെങ്കിൽ. അപ്പം തുണി ഉണങ്ങണമെങ്കിൽ അതിന് വേണ്ടി വേറെ ഫാൻ ഇടേണ്ടി വരും, അല്ലാണ്ട് ഉണങ്ങില്ല. അപ്പം ഹാളിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നോക്കിയാൽ ഫാൻ ഓടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ കാരണം പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. അതുകൊണ്ട് ഇത് ഹാളിൽ തന്നെയാണ് വെക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലുള്ള തുണികളൊക്കെ എടുത്ത് മടക്കി വയ്ക്കണം. അങ്ങനെ മടക്കാൻ നമുക്ക് എന്താ പറയുക, എനിക്ക് കുറേ സമയമാവട്ടെ മടക്കാനായിട്ട്. അത് നല്ല പെർഫെക്റ്റായിട്ട് മടക്കി വയ്ക്കണം. പിന്നെ അത് ഓരോരുത്തരുടെയും തനിത്തനിயாக സെപ്പറേറ്റ് ചെയ്തിട്ട് വയ്ക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്, പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് എടുത്തുകൊണ്ട് നിന്ന് കബോർഡിൽ കൊണ്ടുവന്ന് വയ്ക്കാമെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പം കബോർഡിൻ്റെ അടുത്ത് വീണ്ടും തുണികളൊക്കെ ഇവരുടെ പിള്ളേരുടെ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൃത്തികേട്ടായി കിടക്കണ്ടാവും. അപ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ട് വേണം പിന്നെ ഇത് അടുക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ അതിനും കുറേ സമയം എനിക്ക് അങ്ങനെ. അപ്പം എന്താ പറയുക, ജോല അതിൻ്റെ ഇടയ്ക്ക് പഠിക്കുന്നുണ്ട്. എന്തൊക്കെയോ വർത്താനം ഞാൻ അവളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇപ്പോൾ എന്തൊക്കെയോ അവളോട് സംസാരിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പല സംഭവങ്ങളൊക്കെ നടക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ എന്തൊക്കെയാണ് നടക്കണേ എന്നുള്ളത്. അപ്പോൾ ഒരുവിധം ലാസ്റ്റ് ടൈമാണ്, മടക്കി ലാസ്റ്റ് കഴിയാറായിട്ടാണ്. അങ്ങനെ വിശേഷം. അപ്പം ഇത് കുറച്ച് ദിവസമായിട്ടാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിങ്ങനെ ഇത് സെറ്റ് ചെയ്യണം, എല്ലാം റെഡിയാക്കി വയ്ക്കണമെന്ന്. പക്ഷേ പിന്നെ കാരൽസ് വരുമ്പോൾ അതിന് മുമ്പായിട്ട് ചെയ്യാം. പക്ഷേ ഇതുവരെയ്ക്കും എനിക്കറിയില്ല കേട്ടോ എന്നാ വരിക എന്നുള്ളത്, എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം എന്തായാലും ഒരു 1.5 ആഴ്ചയുണ്ട് ഇത് ചെയ്യുമ്പോൾ. ഞാൻ ഓരോ 1.5 ആഴ്ചക്ക് ക്രിസ്മസിന് 1.5 ആഴ്ചയ്ക്ക് മുമ്പാണ് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം തുണികൾ മടക്കി കഴിഞ്ഞ് പിന്നെ അത് എടുക്കാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് എടുത്ത് വയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയവും. അപ്പം ശരി പിന്നെ എടുത്ത് വയ്ക്കാം, ഫസ്റ്റ് ഇത് സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം എടുത്ത് വയ്ക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയി തോന്നുന്നുണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴേ. അപ്പം ശരി ആ സ്ഥലം ഫസ്റ്റ് ഇവിടെ ഈ സ്ഥലത്ത് തന്നെ വെക്കേണ്ടതേ. അപ്പോൾ അത് മാത്രം ഫസ്റ്റ് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അവിടെ വയ്ക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഫസ്റ്റ് അവിടെ തുടയ്ക്കുന്നത്. അപ്പം നമ്മളിപ്പം എന്താ പറയുക, തുടയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കലിൻ്റെ പണി. ഇവിടെ തുടയ്ക്കുമ്പോൾ അവിടെയും പൊടി, അവിടെ തുടയ്ക്കുമ്പോൾ ഇവിടെ പൊടിയാവും, ഇതന്നെ. അപ്പം അങ്ങനെ ഒന്നും തുടയ്ക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ല, നല്ലോണം പണിയെടുക്കുന്നവർക്ക് അല്ല, ഇപ്പോൾ വീട്ടിലെപ്പോഴും പണി ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. അത് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പണി ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണികളായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് പിന്നെ എന്താ പറയുക, പിന്നെ ഇത് എടുത്ത് വെച്ചിരിക്കുക എല്ലാ സെറ്റും എല്ലാം എന്താ പറയുക 2-3 വർഷം മുമ്പ് വാങ്ങിച്ച ഇതാണ് ഈ ഇത് സെറ്റാണ് അതൊക്കെ. അതിന് ശേഷം പിന്നെ വാങ്ങിച്ചിട്ടില്ല ഞാൻ ഈ പുതിയത്. അല്ല പഴയത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയണം. അതിന് മുമ്പ് വേറൊരു ഇതായിരുന്നു കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ വയ്ക്കാൻ പോകുന്ന ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണ്, ചെറുതാണ്, ചെറിയ സൈസാണ്. ഇതിന് മുമ്പുണ്ടായിരുന്നത് വലിയൊരു സൈസായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ടായിരുന്നു, ഒരു പൂച്ചക്കുട്ടി. അതിൻ്റെ മുകളിൽ കയറിയിട്ട് അത് 2-3 പ്രാവശ്യം നിലത്തിടുകയും അത് കുറച്ച് ബെൻഡായി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ അത് വലിയ ട്രീ ആകുമ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാനും പിന്നെ അതിൻ്റെ മുകളിലിടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, ഓർണമെൻറ്റ്സ് എന്തൊക്കെ പറയാനും ബെല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ മുകളിലിടുക. അത് നമുക്ക് ഭയങ്കര എന്താ പറയുക പണി കൂടുതലാണ്. അപ്പോൾ ചെറിയതാകുമ്പോൾ ചെറിയ ട്രീ ആകുമ്പോൾ
നമുക്ക് അത്ര പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. പിന്നെ സ്പേസും കുറേ വലിയ ടീമാകുമ്പോൾ വലിയ കുറേ സ്പേസ് പോയ മാതിരി ഉണ്ടാവും. ഇതാകുമ്പോൾ ആ ഒരു ചെറിയ സ്പേസിൽ ഒതുങ്ങിയിരുന്നുള്ളല്ലോ. പിന്നെ ഇപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ പുറത്താണ് ഉണ്ടാക്കുക, വീടിൻ്റെ പുറത്താണ് ഇടയ്ക്ക് ഉണ്ടാക്കി വയ്ക്കാം. വരാന്തയിലോ അല്ലെങ്കിൽ അതിനും പുറത്തോ മുറ്റത്തോ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമല്ലോ. ഇതിപ്പോൾ ഞങ്ങൾക്ക് അത് പറ്റില്ല, ഹോളിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ എന്താ പറയുക പുറത്ത് വയ്ക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ അപ്പം എല്ലാ വർഷവും വെക്കുന്ന സ്ഥലമാണ്, സ്പേസാണത്. അങ്ങനെ അപ്പോൾ അത് കുറച്ച് തുടച്ച് കഴിഞ്ഞപ്പം പിന്നെ താഴത്തൊക്കെ ഡസ്റ്റായി, ഫ്ലോറിൽ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ട്രീ എടുത്തുകൊണ്ട് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇനി ഇത് എടുത്തുകൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിരുന്ന സ്ഥലത്തും പൊടിയുണ്ടാവും. ഓൾറെഡി റൂമിലാണ് വെച്ചിരുന്നത് ഈ ഇതൊക്കെ ട്രീ ഇതൊക്കെ കവറിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വയ്ക്കുമ്പോൾ ആ റൂമിലും വീണ്ടും അടിച്ചു കാരണം ക്ലീൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മുന്നേ തലേദിവസം അങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ക്ലീനിങ്ങേ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ തന്നെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് നേരം കുനിഞ്ഞ് നിന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ എന്താ പറയുക നടുവൊക്കെ കഴിച്ച് ഒരു വഴിയോ എന്താ പറയുക വിയർത്തൊഴുകി അങ്ങനെയൊക്കെയുള്ള പരിപാടി. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും പണി ചെയ്യുന്നവർക്ക് ഇതൊന്നും വലിയ കാര്യമില്ല. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ഇത് പണികൾ ചെയ്യുന്നവർക്ക് ഇതൊരു വലിയ പണിയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതൊക്കെ റൂമിലാണ് കിടക്കുന്നത്, ഈ ടേബിളൊക്കെ അജോല പഠിക്കാതിരിക്കുന്ന ടേബിളായിരുന്നു അത്. അതുകൊണ്ട് വേണ്ട അതിന് നടുവിൽ അജോല വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് SSC എക്സാം ആണേ. അപ്പോൾ അതിന് എന്തൊക്കെയോ എന്നോട് ചോദിക്കും, എന്തൊക്കെയോ ഓർമ്മയില്ല കേട്ടോ എന്താ അവൾ ചോദിക്കണേന്ന്. എന്നിട്ട് ആ ടേബിൾ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് അതെന്ന് വെച്ചാൽ ആ ടേബിളിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പേസ് ഉണ്ട്, അതിൽ ഒരു എന്തോ പേപ്പർ എന്തോ അവളുടെ എന്തോ ഉണ്ടായിരുന്നു, A4 ഷീറ്റ് എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ അതെടുത്ത് കൊടുത്ത അവൾക്ക്. അതിനുള്ള ക്യാമറ അത് ട്രൈപോഡ് നീക്കി വയ്ക്കുക. ഞാനിത് വെച്ചതൊക്കെ ചിലപ്പോൾ മറന്നുപോയി. അപ്പോൾ അത് ക്യാമറയിൽ അതായത് സ്ക്രീനിൽ തന്നെ ഒന്നും കാണില്ല ചിലപ്പോൾ. അപ്പോൾ അത് നീക്കി വയ്ക്കാൻ പറയേ, ട്രൈപോഡ് നീക്കി വയ്ക്കാൻ പറഞ്ഞിട്ട്. അതെന്ന് വെച്ചാൽ അവൾ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് വരും. അപ്പോൾ ഞാൻ അവളോട് എന്തെങ്കിലും പറയാം, അതെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പറയും ഞാൻ. അവൾ ഒരു സ്ഥലത്തിരുന്ന് പഠിക്കണമെങ്കിലും കുഴപ്പമില്ല, നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ ആ അജോലയുടെ യൂണിഫോം ഉണക്കാട്ടിരിക്കുക. അടുത്തെന്നാ ഞാൻ പറഞ്ഞില്ല മുകളിൽ മഴയെ കാരണം, മുകളിൽ മഴയല്ല പുറത്ത് മഴയെ കാരണം തുണികളൊന്നും ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായില്ല. അപ്പം ഇത് യൂണിഫോം നാളത്തേക്ക് വേണം. അപ്പോൾ വേറെ യൂണിഫോമൊന്നും കഴുകിയിട്ടില്ല. അപ്പോൾ ഇത് പെട്ടെന്നാണ് ഓർത്തത് ഇത് നാളെ യൂണിഫോം വേണമല്ലോ എന്ന്. അപ്പോൾ അത് ഉണക്കാട്ടിരിക്കുക സ്റ്റാൻഡിലിപ്പോൾ. ഇതേ ഒന്ന് അവൾ ക്യാമറ ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, മൊബൈലൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്പം അത് നിന്നിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പം ഫിക്സ് ചെയ്യണമല്ലോ അതിൻ്റെ സ്റ്റാൻഡ്. അപ്പം അതവിടെ ഇരുന്നിട്ട് ഞാൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അജോലനെ കാണുമ്പോൾ ചിരി വരിക അങ്ങനെ. പക്ഷേ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് ക്യാരൽസൊക്കെ വന്ന് പോയിട്ടാ. ആ സംഭവം ഞാൻ പറയാം നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടായി എന്നുള്ളത്. അങ്ങനെ അത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിന് 3 സ്ക്രൂ ഉണ്ട് കേട്ടോ. അതിൽ എന്താ പറയുക, ചില സമയത്ത് ആ 3 സ്ക്രൂവിൽ 2 സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ആവുള്ളൂ, ഒരു സ്ക്രൂ ടൈറ്റ് ആവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ വർഷം ഞാൻ വെച്ചപ്പോൾ ഈ പണി എൻ്റെ പണി തന്നെ കേട്ടോ, ഞാൻ തന്നെയാണ് അതൊക്കെ ചെയ്യേണ്ടത്. അപ്പം 2 പിള്ളേരൊന്നും ഇതിൽ എന്താ പറയുക, അവർക്ക് പിന്നെ ഈ ഹാഫ് ഇയർലി എക്സാമോ അങ്ങനെയുള്ള ഈ എക്സാമിൻ്റെ സമയമാവുമല്ലോ ഇത്, കാരണം അവരൊന്നും ഉണ്ടാവില്ല, ഞാൻ തന്നെ ഒക്കെ ചെയ്യേണ്ടി വരും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ബിസിയാണ്, അപ്പം ആൾ വരുമ്പോഴൊക്കെ ലേറ്റ് ആവും. പിന്നെ ചില സമയത്തൊക്കെ ഇപ്പം ഞാൻ ഒക്ടോബറിൽ ജപമാല നടന്നായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് തലേദിവസം ക്ലീനിങ്ങൊക്കെ ആളും ഞാനും പിന്നെ അജോറി ഉണ്ടായിരുന്നു കുറച്ച് നേരം വന്ന്. അപ്പോൾ അജോല എന്തൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞിട്ടിരുന്നു, അജോറിയും കുറച്ച് നേരം വന്ന് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ സമയം ഉണ്ടൊക്കെ ചെയ്യും കേട്ടോ. അതിപ്പോൾ ഭയങ്കര ഇലക്ഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ 2 സ്ക്രൂ ടൈറ്റ് ആവും, ഒരെണ്ണം ടൈറ്റ് ആവും. അപ്പോൾ ഞാൻ പേടിച്ച് കഴിഞ്ഞ വർഷം 2 സ്ക്രൂ ഇട്ടുള്ളൊന്നുണ്ട്, ഒരെണ്ണം എടുത്ത് വെച്ചു ഞാൻ. അപ്പോൾ ഇപ്രാവശ്യം എന്ത് ചെയ്തു, ഞാൻ നോക്കിയപ്പം ഫസ്റ്റ് ടൈറ്റ് ആയിണ്ടായില്ല. പിന്നെ നോക്കിയപ്പോൾ കുറച്ച് നേരം അതിൽ നിന്ന് കുറച്ച് പണിതു, കുറച്ച് നേരം ഇരുന്ന് നോക്കി ട്രൈ ചെയ്തു. അപ്പം എനിക്കൊരു പേടിയെന്ന് വെച്ചാൽ 2 സ്ക്രൂ മാത്രം ഇട്ട് വെച്ച് പിന്നെ അത് പെട്ടെന്ന് ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ വിചാരിച്ചിട്ട് നോക്കി ട്രൈ ചെയ്തപ്പോൾ പിന്നെ അത് 3 സ്ക്രൂവും സെറ്റായിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ബ്രാഞ്ചസൊക്കെ വിരിച്ച് വെക്കണ്ടേ, അതൊരു പണി തന്നെയാണ് കേട്ടോ. പിന്നെ അത് ചെയ്തു വരുമ്പോൾ അതിൽ ഗ്രീൻ കളറിൽ അത് ലീഫ് മാതിരി ഉണ്ടാവുമല്ലോ, എന്താ പ്ലാസ്റ്റിക്കിൻ്റെ അത് വന്നിട്ട് നിലത്ത് വീഴും. അപ്പോൾ അതൊക്കെ അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചു വരണം, വെക്കുന്നതിനേക്കാൾ മുമ്പ് ക്ലീൻ ചെയ്യണം. പിന്നെ ഇത് എടുത്ത് വെച്ച സ്ഥലത്ത് അതും ക്ലീൻ ചെയ്യണം. അങ്ങനെ മൊത്തം ക്ലീനിങ് തന്നെയാണ്, അടിച്ചു വരിക തുടയ്ക്കുക അതൊക്കെ തന്നെ പരിപാടികളും. പിന്നെ ഈ ട്രീയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ ലൈറ്റ് ഉണ്ട്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് വേറെ ലൈറ്റൊന്നും അതിലിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അതുമാതിരി അതുമാതിരി ട്രീയിൽ ഇടുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, ബെല്ല്, ബോൾ, അത് ഇത് അങ്ങനെയുള്ള, അതിൻ്റെ പേര് ഇതൊന്നുമല്ല, വേറെ ഒക്കെയുള്ള പേര്. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വേറെ ഒന്ന് കൊടുത്തു ഞങ്ങൾ. എന്താണെന്ന് വെച്ചാൽ വലിയ ട്രീ ആയിരുന്നല്ലോ ഫസ്റ്റ്, അപ്പം അതിൽ കൊണ്ടാനായിട്ട് കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൊടുത്തു. പിന്നെ ഇപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾ പുതുതായിട്ടൊന്നും വാങ്ങിച്ചില്ല, ഈ വർഷമൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇനി അടുത്ത വർഷം അങ്ങനെ വേറെ മാതിരി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു, വേറെ പുൽക്കൂടും അതൊക്കെ. പിന്നെ അതിന് കേടും പറ്റുന്നില്ല കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുമല്ലോ ഇത് മാറ്റിയിട്ട് വേറെ വാങ്ങിക്കാം,
എന്ന് വിചാരിക്കില്ല. പക്ഷേ ഇതിനൊരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അത് മാറ്റാൻ തോന്നില്ല. എന്തിനാ വെറുതെ പൈസ കളയണേ വിചാരിച്ചിട്ട്. അപ്പോൾ അത് പുൽക്കൂട്. അപ്പം ഈ സാധനങ്ങൾ ഒരുക്കി വയ്ക്കുന്ന ചെറിയ ചെറിയ ഇതുണ്ടല്ലോ, യേശു ഔസേപിതം മാതാവ് ഇതിൻ്റെയൊക്കെ രൂപങ്ങളൊക്കെ, അതൊക്കെ വന്നിട്ട് അതിൻ്റെ പുൽക്കൂടിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കവറിനുള്ളിലിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വെറുതെ ജസ്റ്റ് അതൊന്ന് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ രൂപങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ ഞാനിപ്പം അങ്ങനെ. പക്ഷേ ഇങ്ങനെ ഈ ഒരു വീഡിയോ എടുക്കുന്നോ ഇതെടുക്കും ഞാനങ്ങനെ അതങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്നൊക്കെ തോന്നുന്നത് ശരി ഇതെടുക്കാം എങ്ങനെയുണ്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതെന്ന് മാത്രം. അല്ല നമ്മളങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതെടുക്കണം അതെടുക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. എപ്പോൾ തോന്നുന്നു അപ്പോൾ എടുക്കുക, അത്ര തന്നെ, വീഡിയോ എടുക്കുക, അങ്ങനെയുള്ളൂ. അപ്പം ഇത് ഓൾറെഡി എടുക്കുമ്പോൾ തന്നെ സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതേ. അപ്പോൾ ഇതിൽ ചെറിയ കട്ട് ചെയ്യാനായിട്ട് ചെറിയ ഇതൊക്കെ കട്ട് ചെയ്യാനുണ്ടായുള്ളൂ. അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം ഒരു 7:30-8 മണിക്ക് അതിൻ്റെ ആവും. അപ്പോൾ അങ്ങനെ തുണികളൊന്നും പിന്നെ എടുത്ത് വെച്ചിട്ടില്ല, പാത്രം കഴുകിയിട്ടില്ല, ഇനിയും പണികളൊക്കെ ഉണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അത് രൂപങ്ങളൊക്കെ എടുത്ത് വെച്ചു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ലൈറ്റ് ഇടണം. ഇപ്പം ട്രീമ ലൈറ്റ് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അത് കാരണം ഞാൻ ട്രീമ ഇടണില്ല. ചെറിയ മാല ബൾബ് ഉണ്ടല്ലോ ചെറിയത്, അത്. പിന്നെ അതിപ്പോൾ പുൽക്കുടുമയൊക്കെ ഇടണം. പിന്നെ അവിടെ യേശുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടേ, കുരിശിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്, മാതാവിൻ്റെ യേശുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പം അവിടെയും ഇടണം. അപ്പോൾ അവിടെയും കുറച്ച് വൃത്തിയാക്കാനുണ്ട്. ഇപ്പം ഞാൻ രാത്രി ഇരുന്നിട്ട് വോയിസ് കൊടുക്കണേ. അപ്പോൾ അവിടെ നിന്ന് ജോല ഉറങ്ങിയിട്ടില്ല എന്നുകൊണ്ട് ഇപ്പോഴാണ് ഉറങ്ങാൻ കിടന്നത്. ഇപ്പം സമയം 2 മണി. അവൾ ഇപ്പോഴാണ് കുറച്ച് നേരമായിട്ടുള്ളൂ കിടന്നിട്ട്. രാവിലെ 6:30 വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവൾ. നാളെ എക്സാമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എക്സാമാണ്. നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു എന്നാണ് പറയണത്, ഒന്നുകൂടി റിവൈസ് ചെയ്യണം. അപ്പോൾ ശരി, ഒരു 6:30 ആകുമ്പോൾ രാവിലെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് വോയിസ് കൊടുത്തിട്ട് ഇപ്പോൾ 2 മണിയെന്ന് പറഞ്ഞില്ലേ, കൊടുത്തിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങാനായിട്ട്. എന്നിട്ട് 6:30 ആളാൻ വെച്ചിട്ട് അവളെ എഴുന്നേൽപ്പിക്കണം. അങ്ങനെ കുറേ പരിപാടികൾ. ഇങ്ങനെ എക്സാമായി കാരണം നമുക്കൊന്നിനും സമാധാനമില്ല, ഒന്നും ചെയ്യാനും ഇതിനൊക്കെ. എന്താ പറയുക, അജോല ചിലപ്പോൾ പറയും അവളുടെ കൂടി ഇരുന്ന് പഠിക്കാൻ പറയും. പഠിക്കാമെന്ന് പറഞ്ഞാൽ അവളുടെ കൂടി ഇരിക്കാൻ പറയും. ഞാൻ കൂടി ഇരുന്നാൽ അവൾക്കൊരു മോട്ടിവേഷൻ എന്നൊക്കെ പറയും. അങ്ങനെ ഇരുന്ന് ഇന്നലെ രാത്രിയൊക്കെ അവളുടെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു. അവൾക്ക് ഇന്ന് നടന്ന തമിഴ് എക്സാം, അജോരിക്ക് ഫിസിക്സ് എക്സാം ആയിരുന്നു. അപ്പോൾ 2 പേരും ഇരിക്കുന്നതായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എത്ര മണിക്കാണ്, ഞാനൊരു 3 മണിയപ്പോൾ, അതായത് രാവിലെ 3 മണിയപ്പോൾ ഞാൻ പോയി കിടന്നു. അജോരി 3:30 ഉറങ്ങിയെന്ന് പറഞ്ഞത്. അജോല 4 മണി വരെയൊക്കെ ഇരുന്നു. എന്നിട്ട് രാവിലെ എണീക്കാൻ വൈകി. അങ്ങനെയൊക്കെ ഉണ്ടായി സംഭവങ്ങൾ. എക്സാമിന് കറക്റ്റ് സമയത്ത് പോയി, എന്നാലും അതൊരു ടെൻഷനാണല്ലോ നമുക്ക്. അങ്ങനെ എക്സാം കുഴപ്പമില്ലാണ്ട് കഴിയുമെന്ന് പറഞ്ഞാൽ, പഠിച്ചു കഴിയാണ്ട് അവർക്ക് ഉറങ്ങാനോ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്താ ചെയ്യുക? ശരി, അപ്പോൾ പഠിച്ച് വേഗം കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടിരിക്കും. അവർ രാവിലെ ഞാൻ പറയും ഇപ്പോൾ കിടന്ന് ഉറങ്ങുക, രാത്രി വേഗം ഉറങ്ങാം, എന്നിട്ട് രാവിലെ എണീക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇല്ല, രാവിലെ എണീക്കാൻ ചിലപ്പോൾ വൈകും, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ അത് കാരണം രാത്രി തന്നെ പഠിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാം എന്ന് പറയും. അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇവിടെ അടിച്ചു വരണം. പിന്നെ ഇത് എവിടെ നിന്ന് എടുത്തുകൊണ്ടെന്ന് ആ റൂമിൽ ഫുള്ളായിട്ട് പൊടിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് പൊടിയല്ല ഡസ്റ്റ്, പൊടി തന്നെയല്ല ഡസ്റ്റ്, എല്ലാം ഒന്നും തന്നെയല്ലേ, അത് തുടയ്ക്കണം. പിന്നെ ഇപ്പോൾ ഇവിടെ ഇതുണ്ടല്ലോ, ഈ യേശുവിൻ്റെ ഇവിടെ മാലബൾബ് ഇടണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഞാൻ തുടയ്ക്കണേ. ശരി, മാലബൾബ് ഇട്ട് കഴിഞ്ഞപ്പോൾ തുടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാവല്ലോ. മറ്റുള്ള സ്ഥലങ്ങളൊന്നും തുടച്ചിട്ടില്ല കേട്ടോ, അതൊക്കെ എനിക്ക് കിടക്കുന്നുണ്ട്, അതൊക്കെ പിന്നെ ചെയ്യാം. പക്ഷേ ഇത് ഇനിയിപ്പോൾ ക്യാരൽസ്, അത് ഞാൻ പറഞ്ഞു ക്യാരൽസ് എപ്പോഴാണ് വരുന്നത് നമുക്ക് അറിയില്ല. ഇനി പെട്ടെന്ന് വന്നാലും പെട്ടെന്ന് നാളെയോ മറ്റന്നാളോ അങ്ങനെയൊക്കെ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല. ആ സമയത്ത് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഇത് സെറ്റ് ചെയ്ത് വയ്ക്കുക, പിന്നെ ക്ലീനിങ്ങൊക്കെ പിന്നെ നോക്കാം വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യണേ ഇപ്പം. പിന്നെ ഞാൻ ഇപ്പം വോയിസ് കൊടുക്കുമ്പോൾ ഇത്രയും നേരമായിട്ട് ഇതുവരെ ഞാനിത് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അത് കാരണം എന്തെങ്കിലും പറയണേ, എനിക്ക് റിപ്പീറ്റഡായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഇതൊക്കെ തുടച്ചാലും എന്താണെന്നറിയില്ല, ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾ ഇരിക്കുന്ന അവിടെ അങ്ങനെ അത്ര എന്താ പറയുക വണ്ടികൾ, റോഡ് ചെറിയ റോഡുണ്ട്, പക്ഷേ അത്ര പേർക്ക് ഭയങ്കരമായിട്ട് വണ്ടികൾ പോകുന്ന സ്ഥലം അങ്ങനെയൊന്നും അല്ല. പിന്നെ പക്ഷേ ഇപ്പോൾ ജനലുകളൊക്കെ നോക്കിയാൽ കിച്ചണിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂമിൽ അങ്ങനെയൊക്കെ വിൻഡോസ് മാത്രമേ തുറന്നു വിടുള്ളൂ. പക്ഷേ അപ്പോഴും എന്താ പറയുക, പൊടി ഭയങ്കരമായിട്ട് പൊടി വരുന്നതാണ് പറയണത്. അല്ല, തുറസായ സ്ഥലം അങ്ങനെയൊക്കെ ആണെങ്കിൽ കാറ്റൊക്കെ ഭയങ്കര അടിച്ച് പൊടി വരുമെന്ന് പറയും. ഇവിടെ അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കാറ്റൊന്നും അങ്ങനെ വരില്ല, എന്താ വെച്ചാൽ ചുറ്റും ബിൽഡിങ്ങാണ്, അപ്പം വീടുകളാണല്ലോ. അപ്പോൾ അത് അങ്ങനെ സ്പേസ് ഒന്നുമില്ല. ഈ ബിൽഡിങ്ങിനും അടുത്ത വീട്ടിലും അത്ര സ്പേസ് ഇല്ല, അടുത്ത ബിൽഡിങ്ങിനും തമ്മിൽ അങ്ങനെ സ്പേസ് ഒന്നുമില്ല. അപ്പം കാറ്റൊന്നും അങ്ങനെ ഇല്ല, പക്ഷേ ഭയങ്കര പൊടിയാണ്. അങ്ങനെ ഇപ്പോൾ തുടച്ചത് അടിച്ചു വരെ എൻ്റെ നടു ഒടിഞ്ഞു എന്ന് പറയാം. ഇങ്ങനെ എന്തെങ്കിലും പണി ചെയ്യണം നമുക്ക് പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് എന്താ പറയുക, കാലുവേദന, തണ്ടൽ വേദന, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. ഒരു ദിവസം പണിയെടുത്ത് പിറ്റേ ദിവസം റെസ്റ്റ് എടുക്കണം. അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ 1-2 ആഴ്ചയ്ക്ക് പിന്നെ എന്നെ നോക്കണ്ട, ഭയങ്കര ക്ഷീണമായിരിക്കും. അങ്ങനെ
പിന്നെ പിന്നെ ഉറക്കം ശരിയാവുന്നില്ലല്ലോ. ഇവരെന്താ പറഞ്ഞില്ലേ, രാവിലെ 3:30 പിന്നെ പകൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും കേട്ടോ, അല്ലാണ്ട് ശരിയാവില്ലല്ലോ. അത് നമുക്ക് തീരൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ വൈകുന്നേരം തൊട്ട് രാത്രി വരയ്ക്കാണ് ഇവിടെ പണി കൂടുതൽ. ഇവർ സ്കൂളിൽ പോണ സമയത്ത് ഞാനങ്ങനെ പണി ചെയ്യില്ല, ഞാൻ ഉറങ്ങുക ചെയ്യാം. അത് കഴിഞ്ഞ് ഉച്ചരിഞ്ഞിട്ട് രാത്രി വരയ്ക്കും നല്ല പണി. നല്ല പണിയെന്ന് പറയാൻ പറ്റില്ല, സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പണികളൊക്കെ അപ്പോഴായിരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ എന്നാണ് പറയണത്. ചില രാത്രി എന്തായാലും നേരം വൈകും. നമ്മൾ വേഗം എന്തൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചാലും ഒരാൾക്ക് പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടാവും, എന്നോടും ഇരിക്കാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞു, അതായത് ഈ എന്താ പറയുക, ഇത് ചെയ്യുമ്പോഴല്ല കേട്ടോ, ഇത് ചെയ്യുമ്പോൾ ജോലിക്ക് നെക്സ്റ്റ് ഡേ SST എക്സാമാണ്. ഇപ്പം ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ ദിവസത്തെ കാര്യം പറയണേ. ജോല പറഞ്ഞു എന്താ, അപ്പം ഞാൻ പറഞ്ഞു അവളുടെ കൂടെ പഠിക്കാതിരിക്കാമെന്ന് പറഞ്ഞു. പാതിരാത്രി അവളുടെ കൂടെ ഇരിക്കാൻ പറഞ്ഞു. ഒന്നും ചെയ്യാൻ പാടില്ല, ഞാനൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ സമയത്ത് ഞാൻ വേണമെങ്കിൽ വോയിസ് കൊടുക്കാം, വോയിസ് റെക്കോർഡ് ചെയ്യാം. ഇല്ല വേണ്ട, ഒന്നും ചെയ്യാൻ പാടില്ല, മൊബൈലിൽ തൊടാൻ പാടില്ല, എന്നോട് അവിടെ ഇരിക്കാൻ. അവളും പറയുന്നത് കേട്ടോണ്ടിരുന്നു ഞാൻ. അവൾ തമിഴ് പഠിക്കണം, അജോരി ഫിസിക്സ് പഠിക്കുക. അപ്പോൾ അജോരിക്ക് ഒരു ആഗ്രഹം എൻ്റെ അടുത്ത് വന്നിരിക്കുക. അജോരി ഫിസിക്സിന്, അപ്പം ഫിസിക്സ് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇവള് തമിഴ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ആര് പറയുന്നത് കേൾക്കും. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് 2 ചെവിയുള്ളൂ, ഞാൻ ആര് പറയുന്നത് കേൾക്കും എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറയില്ല, എനിക്ക് ഉറക്കം വന്നു 3 മണിയപ്പോൾ ഞാൻ പോയി കിടന്നു. എനിക്ക് പറ്റണില്ല ഇരിക്കാം, ഇരുന്നിരുന്ന് എനിക്ക് കാലുവേദനയ്ക്ക് വന്നു, അതും പറയണ്ടേ. പോയി കിടക്കാമെന്ന് പറഞ്ഞിട്ട് പോയി കിടന്നു. അതിൻ്റെ പിന്നാലെ അജോരി വന്നു, പിന്നാലെ അജോല 4 മണിയായി, അജോരി 3:30 കിടന്നു. അങ്ങനെ പിന്നെ പകൽ അജോരി ഉറങ്ങിയില്ല, പക്ഷെ അജോലി ഞാനും പകൽ ഉറങ്ങിയിട്ടെന്ന്. അങ്ങനെ ശേഷം എന്താ ചെയ്യുക, ഇവരൊക്കെ പഠിച്ച് എന്താ പറയുക, ചെറിയ കുട്ടികളായിരിക്കും വിചാരിച്ചു ഇവർക്ക് വലുതായാൽ മതിയെന്ന്. വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അപ്പോഴും പണി തന്നെയാണ്. വയ്യ, ഇത് മാപ്പ് വന്ന് കാണിക്കുന്നവള് മാപ്പിൽ അതും പറയട്ടെ, അവൾ എന്തിട്ട് ചെയ്തതെന്ന് വെച്ചാൽ എക്സാമിന് മാപ്പ് ഉണ്ടല്ലോ, മാർക്ക് ചെയ്യാൻ പറയുമല്ലോ, ഏതൊക്കെ സ്റ്റേറ്റാന്നുള്ള സംഭവങ്ങളൊക്കെ. കൃഷി കരിമ്പ് വളരുന്ന സ്ഥലം, അതായത് കരിമ്പ്, പിന്നെന്താ കോട്ടൺ, പിന്നെ ടീ, കോഫി, റബ്ബർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അതൊക്കെ കൂടുതലായിട്ട് വളരുന്ന സ്റ്റേറ്റ്സ്, ഫസ്റ്റ് സെക്കൻഡ്, അത് മാർക്ക് ചെയ്യണം. അപ്പോൾ അവൾ തീരെ അതിൽ എൻ്റെ ഫേസാണ് അവൾ വരച്ച് വെച്ചത്. അതാണ് അവിടെ വന്ന് കാണിക്കുന്നത്, എൻ്റെ ഫേസ് വരച്ച് വെച്ചിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ മറ്റുള്ളതിനൊക്കെ കരിമ്പ് തന്നെ വരച്ചാൽ, കോഫി മരി ഒരു കപ്പൊക്കെ വരച്ച് വെച്ചു. അങ്ങനെ ടീക്ക് മാത്രം എൻ്റെ ഫേസ്. അങ്ങനെ ഇതിപ്പോൾ പുൽക്കുണ്ട മുകളിലിപ്പോൾ ലൈറ്റ് ഇടുന്നു ഞാനിപ്പം. അപ്പോൾ ഈ ലൈറ്റ്സൊക്കെ ഇതും എല്ലാം ഒന്നും പുതുതായിട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഞാനൊക്കെ ഇടുന്നത്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ പണിയാവില്ല. ഇട്ടതിന് ശേഷം വീണ്ടും വർക്ക് ആവില്ലെങ്കിൽ പിന്നെ അതൊക്കെ എടുത്ത് അയച്ച് വയ്ക്കണ്ടേ. അങ്ങനെ പിന്നെ ജംഗ്ഷൻ ബോക്സ് വെച്ചപ്പോൾ അതിൽ 4 സ്വിച്ച് ഉണ്ട്. 4 സ്വിച്ചിൽ 3 സ്വിച്ച് വർക്ക് ആവുന്നുള്ളൂ, 3 ഇത് മാത്രമേ ശരിക്കും വർക്ക് ആവുള്ളൂ, ഒരെണ്ണം വർക്ക് ആവുന്നില്ല. അങ്ങനെയൊക്കെ പിന്നെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിനിയിപ്പം അടുത്ത വർഷം എന്തെങ്കിലും വേറെ പുതുതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ഇരിക്കണം. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ചില സമയത്ത് ഞാനിപ്പം നോക്കണം വോയിസ് റെക്കോർഡ് ആവുന്നുണ്ടോ ഇല്ലയെന്ന്. എന്താ വെച്ചാൽ ഞാൻ നോക്കാണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് എന്താണെന്നറിയോ, മൊബൈൽ എന്താ പറയുക, മൊബൈൽ എടുക്കും, വീഡിയോയുടെ ഓപ്ഷൻ പോവും, പിന്നെ അത് ഓൺ ചെയ്യാണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ജോലകം പറഞ്ഞാൽ വീഡിയോ ഓൺ ചെയ്തിട്ടില്ല എന്ന്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ തീരെ നോക്കണില്ല എന്ന് പറയില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് നോക്കൂട്ടോ ഞാൻ. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നോക്കുമ്പോൾ ഓർമ്മയുള്ള കാര്യങ്ങൾ അപ്പോൾ പറയും. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നേരം ഞാൻ ഇതുവരെയ്ക്ക് റെക്കോർഡ് ചെയ്ത് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വെള്ളം എടുത്ത് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അങ്ങനെ കുറച്ച് സമയം നമുക്കതിൽ പോവും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ, എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ നമുക്കതൊരു സമയം പോകും. പിന്നെ നടുവിൽ സാറ് ചിലക്ക് കീബോർഡ് ക്ലാസ് എടുക്കണില്ലേ, ആ സാറ് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ സാറ് എന്താ പറയുന്നത് വെച്ചാൽ ക്ലാസ് എടുക്കാൻ വരാമെന്നാണ് പറയണതേ. പക്ഷേ ഇവിടെ എക്സാം ആയി കാരണം ഇവിടെ പറഞ്ഞ എല്ലാ എക്സാം കഴിഞ്ഞിട്ട് വായോ, അത് ഒരു 1.5 ആഴ്ച ഉണ്ടാവും എക്സാമേ. വിളിക്കുക ഇപ്പോൾ പ്രീ ബോർഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അജോലയ്ക്ക്. അപ്പം സാറ് വരാമെന്നാണ് പറയണത്. അപ്പോൾ അജോല പറയണില്ല, എനിക്ക് എക്സാം അത് പഠിക്കണം ഇത് പഠിക്കണം കുറേ പഠിക്കാണ്ട്, അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇവള് സാറിന് ലീവ് കൊടുത്ത് വെക്കണം. അതായത് എന്താ പറയുക, സാധാരണ കുട്ടികളല്ലേ ലീവ് എടുക്കുക, ഇതങ്ങനെയല്ല, ഇവള് സാറിന് ലീവ് കൊടുത്ത് വെക്കണം ഇവള് വരണ്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വെറുതെ പറയുന്നത് പറയണത് കേട്ടോ. ഇനിയിപ്പം എക്സാമൊക്കെ കഴിഞ്ഞ് എക്സാം എന്ന് കഴിയുന്നു അന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വിശേഷം. അപ്പോൾ അങ്ങനെ ട്രീയുടെ പണിയും പുൽക്കുണ്ട പണിയും ഒരുവിധം കഴിഞ്ഞു. ഇനി അവിടെ യേശുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടില്ല, അവിടെ പോയി ലൈറ്റ് ഇടണം, അതാണ്. പിന്നെ ഒരു സെറ്റ് കൂടെ ഈ സീരിയൽ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് തീരെ വർക്ക് ആവണില്ല, പ്രശ്നം. അതുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജോല ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വേറെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്, യേശുവിൻ്റെ ഫോട്ടോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മായിമാരെ ഫോട്ടോ അങ്ങനെയൊക്കെ ഉണ്ട്, അവിടെ ഇടായിരുന്നു. ആദ്യം ഇടുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷത്തോടു കൂടി ഒരു സെറ്റ് ലൈറ്റ് വർക്ക് ആവണില്ല.
അപ്പോൾ അത് അവിടെ ഇട്ടില്ല, ഇവിടെ യേശുവിൻ്റെ അവിടെ മാത്രമേ ഇട്ടുള്ളൂ. അങ്ങനെ വിശേഷം. പിന്നെ നമുക്കിത് മാത്രമല്ലേ ഉള്ളൂ ക്രിസ്മസ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ന്യൂ ഇയറിന് വലിയ ഇതൊന്നുമില്ല. പുൽക്കൂട് ഞങ്ങൾ പൊങ്കലിൻ്റെ സമയത്ത് കഴിക്കുള്ളൂ. പിന്നെ ന്യൂ ഇയറിന് ക്രിസ്മസിനൊക്കെ പാതിരാത്രി കുർബാനയ്ക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. പിന്നെ പൊങ്കൽ അങ്ങനെ ഇവിടെ ഒന്നും ചെയ്യില്ല. പിന്നെ പൊങ്കലിൻ്റെ സമയത്ത് അജുറേജോലയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ. പിന്നെ അല്ല, പൊങ്കൽ സെലിബ്രേഷൻ ഇല്ല എന്നാണ് പറയണത്. പിന്നെ ബർത്ത്ഡേക്ക് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല, ആരെങ്കിലുമൊക്കെ വരുമല്ലോ അങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ പൊങ്കലൊന്നുമില്ല. പിന്നെ എക്സാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അജോറി 10th പ്ലസ് അവന് എന്താ പറയുക, അജോറി 10th പഠിക്കുന്ന സമയത്ത് അജോല 8th ആയിരുന്നു, കാരണം കുഴപ്പമില്ല. പിന്നെ അജോറിക്കായിരുന്നു മാത്രമായിരുന്നു പ്രശ്നം. പിന്നെ അജോറി ഇത് പഠിക്കുന്ന സമയത്ത് +1 പഠിക്കുന്ന സമയത്ത് അത് അവന് പബ്ലിക്കായിരുന്നു. അപ്പോൾ അത് കുറച്ച് റിവിഷൻ എക്സാമും ഇതൊക്കെ അതും പ്രശ്നം തന്നെയായിരുന്നു. ആ സമയത്ത് അജോല 9th ആയിരുന്നു, അത് കാരണം കുഴപ്പമുണ്ടായില്ല. പിന്നെ എന്നാലും അവൾക്ക് എക്സാം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇതാണേ, അതുവരെയ്ക്കും പഠിക്കില്ല, എക്സാമിൻ്റെ സമയത്ത് തന്നെ പഠിക്കുക. അപ്പോൾ അത് കാരണം അപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കും എക്സാമിൻ്റെ സമയത്ത്. അപ്പോൾ ടെൻഷനായിരിക്കും, പഠിച്ചു കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഒരുവിധം ഒപ്പിക്കും കേട്ടോ അവൾ, ഇങ്ങനെയെങ്കിലൊക്കെ മാർക്ക് എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞാൽ ഞാൻ ഈ വോയിസ് റെക്കോർഡിങ് ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങനെ എന്നുള്ള വാക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതേമാതിരി വിശേഷവും അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് എന്നെനിക്ക് മനസ്സിലായി. എനിക്കെന്നെ കേൾക്കുമ്പോൾ എന്തോ മാതിരി തോന്നുക. ഞാൻ വീണ്ടും അങ്ങനെയെന്ന് പറയാൻ വന്നു ഞാൻ. എന്നിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അത് കാരണം എല്ലാ വർഷവും ഈ ക്രിസ്മസിൻ്റെ സമയത്ത് അജോല 10th +1 കഴിഞ്ഞ് ഇപ്പോൾ അവൻ +2 ആയി, അജോല 10th ആയി. അപ്പോഴും പ്രശ്നം തന്നെയാണ്. അടുത്ത വർഷം അജോല +1, അത് കഴിഞ്ഞ് പിന്നെ +2. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാലും എന്താ പറയുക, ഈ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ഒരു സെപ്റ്റംബർ അപ്പോൾ അല്ലേ എക്സാം നടക്കുന്ന എല്ലാ സമയം പ്രശ്നം തന്നെയാണ്. പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിലെല്ലാവർക്കും പ്രശ്നം തന്നെയായിരിക്കും. അപ്പം അങ്ങനെ അത് വീണ്ടും അങ്ങനെ വന്നു. എല്ലാവരും ക്ഷമിക്കാനോട് കുറേ അങ്ങനെയായിട്ട് ഞാൻ പറയണേ. പിന്നെ ഇവിടെ ഒരാൾക്ക് എൻ്റെ ഹസ്ബൻഡ് ജലദോഷമാണ്, തുമ്മിക്കൊണ്ടാണ് നടക്കുന്നത്. ഇനി ആർക്കൊക്കെ ജലദോഷം വരും, ചുമ വരും, എന്താ വെച്ചാൽ മഞ്ഞുകാലമാണല്ലോ. അപ്പോൾ ആൾ രാത്രി പോയിട്ട് വരുമ്പം ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും ഇടയ്ക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ ഇതൊക്കെ വരും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ അത്ര പ്രശ്നമല്ല, ഭയങ്കരമായിട്ടുള്ള ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. പനിയോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും അങ്ങനെ ആർക്കും അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അങ്ങനെ എന്താ പറയുക, സ്കൂൾ ലീവ് എടുക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അവരങ്ങനെ ലീവൊന്നും എടുക്കില്ല, എല്ലാ ദിവസവും സ്കൂളിൽ പോകും, നല്ല കുട്ടികളാണ്. അല്ല, അസുഖങ്ങളൊന്നും വയ്യാണ്ടായി ലീവ് എടുക്കണ മാതിരിയൊന്നും വന്നിട്ടില്ല എന്നാണ് പറയണം. അങ്ങനെ അതെല്ലാം നല്ലൊരു ഇതാണേ. എനിക്കിപ്പം ഞാനിങ്ങനെ വണ്ണം വെച്ചുകൊണ്ട് പോയി എനിക്കെന്തെങ്കിലും വരുമെന്നാണ് എൻ്റെ പേടി. അത് കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈ 2026 എന്തായാലും ഞാനൊരു 10 കിലോ എങ്കിലും കുറച്ച് കാണിക്കും എന്നാണ് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പറയാം. ആഗ്രഹം ഉണ്ടെന്നേ, പക്ഷെ എന്താ ചെയ്യുക, എനിക്ക് ഓരോരുത്തരും വണ്ണം കുറഞ്ഞാലും ഇപ്പം ഓരോരുത്തരെ കാണുമ്പോഴേ വണ്ണം കുറഞ്ഞിട്ട് ഇപ്പം ആദ്യം വണ്ണം ഉണ്ടായിരിക്കും. അപ്പം പിന്നെ വണ്ണം കുറഞ്ഞ് കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്, അയ്യോ എങ്ങനെയായി വേണ്ട വെയിറ്റ് കുറഞ്ഞ് എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. ആ ആഗ്രഹം കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ പിന്നെ ഉണ്ടാവില്ലേ, അതാണ് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഫസ്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ചെയ്ത വർക്കാണ് ഈ ലൈറ്റ് ഇടൽ പണികളൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എൻ്റെ പണിയാണ്, ഒരു 2-3 വർഷമായിട്ട് എൻ്റെ പണി തന്നെയാണ്, ഞാൻ തന്നെ ലൈറ്റ് ഇടലും. അപ്പോൾ ക്ലീനിങ്ങൊക്കെ തലേദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ആ സമയത്ത് പുൽക്കൂടും ട്രീ ഒക്കെ എടുത്ത് വെച്ച്, പിന്നെ എല്ലാം ചെറുതാണെങ്കിലേ പുൽക്കൂട് ട്രീ ഒക്കെ ചെറുതാണ്, പിന്നെ കുറച്ച് ലൈറ്റ്സൊക്കെ ഇല്ലെങ്കിൽ വേഗം പണി കഴിയും. അല്ല അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എനിക്കറിയാം. അല്ല വലിയ ട്രീയും അങ്ങനെയൊക്കെ ആണെങ്കിൽ ആഡംബരം കാണിച്ച് വലിയതായിട്ടൊക്കെ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പണി ഉണ്ടാവുമെന്നാണ് പറയണത്. ഇപ്പം സിമ്പിളായിട്ട് ചെയ്താൽ മതി, നമുക്ക് കുറച്ച് പണി എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ മാതിരി ചെറുതായിട്ടൊക്കെ ചെയ്യുക. പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ എന്താ പറയുക, എടുത്ത കാരണം എനിക്ക് കുറച്ചധികം സമയമായത്. ഇതൊക്കെ തലേദിവസം ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഈസി ചെയ്യാനാണ്. അപ്പം ഒരു 10-15 മിനിറ്റിനുള്ളിൽ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതിന് ശേഷം കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണെന്ന് അറിയുന്നത് അർദ്ധരാത്രി ക്യാരൽസ് വരുന്നത്. അപ്പം ഒരു ദിവസം ഗ്യാപ്പിലാണ് ഗ്യാപ്പേ ഉണ്ടായുള്ളൂ എന്നാണ് പറയണത് ക്യാരൽസ് വരാനായിട്ട്. അപ്പോൾ അതെനിക്ക് അറിയണ്ടായില്ല, അങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.